ഹലോ, നമസ്കാരം. ഞാൻ രേവതി. നമുക്കിന്നൊരു ബ്രിഞ്ചാൾ കറി ഉണ്ടാക്കിയാലോ? ബ്രിഞ്ചാൾ ഇഷ്ടമില്ലാത്തവർക്കും ഈ ഒരു കറി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. നമുക്ക് തുടങ്ങാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയും ഉപ്പും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് ബ്രിഞ്ചാളിന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. വലിയൊരു ബ്രിഞ്ചാളിൻ്റെ ഇങ്ങനെ 4 കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഫുള്ളായിട്ടത് പീസ് ആക്കുന്നില്ല. അതിലേക്ക് നന്നായിട്ട് ഈ മിക്സ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു പിടി കപ്പലണ്ടി ഇട്ടിട്ട് ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അത് എന്നിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് അതേ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയും ഏലക്ക, പട്ട, അങ്ങനത്തെ സ്പൈസസും കുറച്ച് പെരിഞ്ജീരകം ഇട്ട് പൊട്ടിക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളി ഇടാം. ഒരു 2 ഉള്ളി കേട്ടോ അതിലിട്ടിരിക്കുന്നത്. പച്ചമുളക് ഇട്ട് നന്നായി വഴറ്റി വെക്കുക. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികളിടാം. മഞ്ഞൾപ്പൊടി ഇട്ട്, അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പം കുറച്ച് ഉപ്പും പിന്നെ ഒരു 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അത് ഇടുക. രണ്ട് ചെറിയ തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. അത് നന്നായി വഴറ്റി എടുക്കുക. ഇതൊരു ജാറിലേക്ക് ആക്കി വറുത്ത് വെച്ച് കപ്പലണ്ടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. ഈ അരയ്ക്കുമ്പോൾ നമ്മൾ ഇത്തിരി പാൽ ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത്. ഇതേ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വഴുതനങ്ങ വറുത്തെടുക്കുക. ഒരു പാകത്തിലേക്ക് എത്തണം. നന്നായി വെന്ത് വരുമ്പോൾ അരച്ച് വെച്ച ഗ്രേവി നമുക്ക് ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അത് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് എണ്ണയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് കുറുക്കി വരണം. ഒരു പിഞ്ച് പഞ്ചസാര ഇട്ട് കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി റെഡി. ചപ്പാത്തിയുടെ ഒപ്പം കഴിച്ചു നല്ല ടേസ്റ്റ് ആട്ടോ അത്. ഇപ്പം ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുമേ.